ഹലോ എവരിവൺ, ബിം സ്പാർക്കിലേക്ക് സ്വാഗതം. ബിം എന്ന് കഴിഞ്ഞാൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിങ്ങിനെയാണ് ബിം എന്ന് പറയുന്നത്. ഇതൊരു 3D മോഡൽ ബേസ്ഡ് പ്രോസസ് ആണ് മൊത്തത്തിൽ. ഒന്നിലധികം സോഫ്റ്റ്വെയറുടെ ഒരു കൺസെപ്റ്റ് ആണ് ബിം എന്ന് പറയുന്നത്. ഇതിൽ ഓട്ടോ ഡിസ്കിൽ ഓട്ടോ ക്യാഡ് വരുന്നുണ്ട്, റിവറ്റ് ആർക്കിടെക്ട് വരുന്നുണ്ട്, റിവറ്റ് MEP വരുന്നുണ്ട്, നാവിസ് വർക്ക് വരുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഓട്ടോ ഡിസ്കിന്റെ ഒരു ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ച് പഠിക്കാം. ഒന്നുമില്ല. ക്രോമിൽ പോവുക, ഓട്ടോഡെസ്ക് സ്റ്റുഡന്റ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ എന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക. അത് മേളിൽ സൈനിങ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ മെയിൽ ഐ ഡി ഉള്ളവർക്ക് ഓട്ടോഡെസ്ക് ഇതുവഴി കയറി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വർക്ക് ചെയ്താണ്. 1 ഇയറിലേക്കാണെങ്കിൽ ഇവർ സ്റ്റുഡൻസിന്റെ വേർഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം പുതുതായിട്ടൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നത് താഴെ ക്രിയേഷൻ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, അതിലേക്ക് കയറുക, മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. അങ്ങോട്ട് കുറേ ഓപ്ഷൻസ് വരും, അത് ക്ലിക്ക് ചെയ്യുക, അത് ഓപ്പൺ ആക്കുക. അല്ലാത്ത പക്ഷം ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് റിവറ്റ് എന്നതിനെ കുറിച്ചായിരിക്കും. റിവറ്റ് ഇത് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. 25 ആണ് ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഒരു ബോക്സ് വരുന്നതായിരിക്കും. ഇതായിരിക്കും നമ്മുടെ റിവറ്റ്. ഈ റിവറ്റിനകത്ത് മെയിനായിട്ട് സൈറ്റുകളിൽ വർക്ക് ചെയ്യുന്നതിന് രണ്ടായിട്ട് തരംതിരിച്ച് കഴിഞ്ഞാൽ, ഒന്ന് MEP സെക്ഷൻ എന്നും ആർക്കിടെക്ചർ ടീമുമായിട്ട് രണ്ടായിട്ട് മെയിനായിട്ട് തിരിഞ്ഞു പോകുന്നത്. MEP സെക്ഷനകത്ത് മെക്കാനിക്കൽ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, P മീൻസ് പ്ലംബിംഗ് ആണ്. ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിനാണ് MEP എന്ന് പറയുന്നത്. അടുത്തത് ആർക്കിടെക്റ്റിനകത്ത് വീടും പുരയിടമൊക്കെ വരയ്ക്കുന്ന സംഭവത്തിനാണ് ആർക്കിടെക്ട് എന്നും പറയുന്നത്. അങ്ങനെ അതുവിടെ ഞാൻ മെക്കാനിക്കൽ സെക്ഷനാണ് നോക്കുന്നത്. റിവറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻസ് റിവറ്റ് ഓപ്പൺ ആയി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം കാണും. ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പുതുതായിട്ട് നിലവിലൊരു പ്രോജക്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു പ്രോജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വഴി ഉപയോഗിച്ച് പ്രോജക്റ്റ് ഓപ്പൺ ആക്കുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ പുതുതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ന്യൂ എടുക്കുക. അതിൽ ഇവിടെ കുറേ കിടപ്പുണ്ട്. മെക്കാനിക്കൽ ടെംപ്ലേറ്റ് എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് എടുക്കാം. ഇവിടെ കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ വായിച്ചു നോക്കുക. മെക്കാനിക്കൽ ടെംപ്ലേറ്റ് എടുക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ ഒരു അടിപൊളി ഒരു ബോക്സ് സംഭവങ്ങൾ ഓപ്പണായി വരുന്നതായിരിക്കും. ഈ ഓപ്പണായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ 4 വ്യൂ പോയിന്റ്സ് കാണാൻ പറ്റും. ഇതിന് നടുക്കായിരിക്കും നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുക. ഇങ്ങനെ ഓപ്പണായി വരുന്ന റിവറ്റിനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണും. ഫസ്റ്റ് നമ്മൾ റിവറ്റിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ മേളിൽ കുറേ സംഭവങ്ങൾ കൊടുത്തിരിപ്പുണ്ട്. ഇതെന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യം ഫസ്റ്റ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ന്യൂവിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വരും? ന്യൂവിന്റെ സൈഡിൽ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആരോയിൽ ക്ലിക്ക് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓപ്പൺ എന്നതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എക്സ്പോർട്ട്, പ്രിന്റിനകത്ത് എങ്ങനെ വരുന്നത്, ക്ലോസ് എന്ന് വരുന്നുണ്ട്. ഇതിനകത്ത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വരുന്നുണ്ട്. കളേഴ്സിനകത്ത് ബ്ലാക്ക് എന്ന് മാറ്റി എനിക്ക് വൈറ്റ് മതിയെങ്കിൽ വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചേഞ്ചസ് വരുന്നത്, ഇതൊക്കെ അങ്ങോട്ട് ചെയ്തങ്ങോട്ട് പഠിക്കുക. പിന്നെ മെയിനായിട്ട് വരേണ്ടത് ആർക്കിടെക്ചറിൽ സ്ട്രക്ചർ, സ്റ്റീല്, പ്രീകാസ്റ്റ്, സിസ്റ്റം, ഇൻസെർട്ട്, അനോട്ടേഷൻ, ഇതെന്തൊക്കെയാണെന്നുള്ളത്, ഇതെന്താണ് സംഭവം എന്നുള്ളത് എല്ലാവരും ഗൂഗിൾ ചെയ്ത് പഠിക്കുക. ഗൂഗിൾ ചെയ്ത് പഠിച്ചിട്ടും കുഴപ്പമില്ല. ആർക്കിടെക്റ്റിനകത്ത് എന്തൊക്കെയാ വരുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പെട്ടെന്ന് നമ്മളൊരു പ്രൊജക്റ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന സാധനം വരയ്ക്കണം. അപ്പം ഏതിനകത്തായിരിക്കും വരിക? ഇത് ആർക്കിടെക്റ്റിനകത്തും വരിക. ആർക്കിടെക്റ്റ് എടുക്കുക, ഓപ്പൺ ആക്കുക, അങ്ങോട്ട് വരയ്ക്കുക. ചിലപ്പോൾ സ്ട്രക്ചറിന്റെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്ട്രക്ചറിലേക്ക് പോവുക, അവിടെ ആയിരിക്കും കാണുക. നമുക്കിതൊരു ഒരു ഫൈൻഡിങ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവറ്റ് പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പം പെട്ടെന്ന് സ്റ്റീല് പരമായിട്ടുള്ള എന്തെങ്കിലും ബോൾട്ടോ നട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നതിന് ഇത് ഉപയോഗിക്കുക. പ്രീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ സംഭവങ്ങളുണ്ട്, അതെനിക്ക് വലുതായിട്ട് അറിയത്തില്ല. എന്നാലും ഇത് ചെയ്ത് പഠിക്കുക. നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് സിസ്റ്റം വർക്കുകൾ. ഇതിനകത്തായിരിക്കും ഡക്റ്റ്, പൈപ്പിംഗ്, പിന്നെ പ്ലംബിംഗ് സർവീസ്, പിന്നെ കുറേ നമുക്ക് വീട്ടിലേക്ക് വെക്കാവുന്ന കുറേ സാധനങ്ങൾ, എന്ന് വെച്ചാൽ പ്ലംബിങ്ങിന്റെ ഐറ്റംസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ സിസ്റ്റത്തിലായിരിക്കും വരിക. ഇൻസെർട്ടിനകത്തായിരിക്കും നമ്മൾ എന്തെങ്കിലും റിവറ്റിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു ലിങ്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഓട്ടോകാഡിന്റെ എന്തെങ്കിലും ഫയലോ അതൊക്കെ ഇൻസെർട്ട് ചെയ്ത് നമ്മുടെ ഈ ഫയലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇൻസെർട്ട് എന്ന ഓപ്ഷൻസ് യൂസ് ചെയ്യുക. അതിലേക്കായിരിക്കും കാണുന്നത്. പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ആകണം. ഇൻസെർട്ട് എന്ന ഫയലിലേക്കായിരിക്കും ഈ സംഭവങ്ങൾ അവിടെ കിടക്കുക എന്നുള്ളത്.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇൻസെർട്ട് ചെയ്യുക. അനോട്ടേഷൻസ് എന്തെങ്കിലും വരയ്ക്കാനോ എന്തെങ്കിലും ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാനോ എന്തെങ്കിലും ഒരു പോയിന്റ് ഔട്ട് ചെയ്യാനോ എന്തെങ്കിലും ഒന്ന് ക്ലൗഡ് മാർക്ക് ചെയ്യാനോ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വേണം. അത് അനോട്ടേഷൻ ഓപ്ഷനിൽ കാണും. നമ്മൾ അവിടെ പോയി തപ്പുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ മേളിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. വ്യൂവിൽ നിന്നൊരു ഓപ്ഷൻസ് പോവുക. വ്യൂവിൽ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് മെയിനായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് 2 ബോക്സിന്റെ ആവശ്യം വരും. ഒന്ന് പ്രോപ്പർട്ടി വ്യൂസ് ആയിരിക്കും. അതെവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മോഡിഫിക്കേഷനകത്ത് പോവുക. അതാണ് ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പോകും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് വരും. ഈ ബോക്സിനെ നമ്മൾ സൈഡോട് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നീല ബോക്സ് വരും. ആ നീല ബോക്സ് വരുമ്പോൾ നമ്മുടെ മൗസ് ക്ലിക്ക് വിടുക. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ വരും. ഇതിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ബോക്സ് ഇതിനകത്തായിരിക്കും എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തായിരിക്കും നമ്മൾ കളയുക. മൊത്തം നമ്മൾ ഇനി വരുന്ന വഴിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തത് ഇൻസെർട്ടിനകത്ത് വരിക, അല്ലെ സ്ട്രക്ചറിനകത്ത് വരിക, വേണ്ട സ്റ്റീൽ വേണ്ട, സിസ്റ്റം ഇൻസെർട്ട് അനോട്ടേഷൻ വ്യൂയിലേക്ക് വരിക. വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ബ്രൗസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ബ്രൗസർ വരും. ഇതിലായിരിക്കും നമ്മുടെ സെലക്ഷൻ ട്രീ, പ്ലംബിംഗ് ഐറ്റംസ്, നമ്മൾ ചെയ്യുന്ന ഓരോരോ ഷീറ്റ്, ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും വരിക. നമ്മൾ ചെയ്യുന്ന ഓരോ ഫാമിലിയിൽ എന്തൊക്കെ ഫാമിലീസ് ആയിരിക്കും ഉള്ളത് ഇതെല്ലാം ഇതിനകത്തായിരിക്കും വരിക. ഇതിനെ ഒരു പ്രോജക്റ്റ് ബ്രൗസർ എന്ന രീതിയിലും ഇതിനെ പ്രോപ്പർട്ടീസ് എന്ന രീതിയിലും നമ്മൾ മാറ്റുക. എന്താണ് പ്രോജക്റ്റ് ബ്രൗസർ എന്നും എന്താണ് പ്രോപ്പർട്ടീസ് എന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുക. സ്വന്തമാക്കി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയാ ഇത് ചെയ്ത് തന്നെ പഠിക്കുക എന്തായിരിക്കും ഇതെന്നുള്ളത്. ഓക്കെ, ഇതാണ് റിവറ്റിന്റെ ഒരു ബേസിക് ട്യൂട്ടോറിയൽ. ഇത് ഇത്രയും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ബൈ. അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം.